ഹായ്, ഏപ്രിൽ 2-ന് ദൃശ്യം 3 ലോകമെമ്പാടും റിലീസ് ചെയ്യുകയാണ്. വലിയ പ്രതീക്ഷയാണ് സിനിമയെക്കുറിച്ചുള്ളത്. ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം മലയാള സിനിമയിലെ സകല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച ഒരു സിനിമയാണ്. എല്ലാവർക്കും അറിയാം, മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രം. ഇപ്പോൾ ദൃശ്യം 3 ഇറങ്ങുന്നു. എന്താണ് പ്രതീക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രതീക്ഷയാണ്. മലയാള സിനിമയ്ക്ക് 500 കോടി എന്ന നേട്ടം സ്വന്തമാക്കാൻ സാധിക്കും ദൃശ്യം 3യിലൂടെ എന്നുള്ളത് തന്നെയാണ് പല ആൾക്കാരുടെയും പ്രതീക്ഷ. അതായത് സിനിമ മികച്ചതായി കഴിഞ്ഞാൽ 500 കോടി ദൃശ്യം 3 നിസ്സാരമായി നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. പല ആൾക്കാർക്കും ഇത് കേൾക്കുമ്പോൾ പിന്നെ 500 കോടി എന്നൊക്കെ പറയുമായിരിക്കും. മലയാള സിനിമയുടെ വലിയ കളക്ഷൻ 25 കോടിയൊക്കെ ആയി നിൽക്കുമ്പോഴാണ് മോഹൻലാൽ എന്ന നടൻ 2013 ദൃശ്യവുമായി വരുന്നത്. മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രം ദൃശ്യമായിരുന്നു. അതായത് 25 കോടിയായിരുന്നു അതുവരെയുള്ള ഒരു മലയാള സിനിമയുടെ ഫൈനൽ കളക്ഷൻ, ഏറ്റവും വലിയ കളക്ഷൻ. അപ്പോഴാണ് മോഹൻലാൽ 50 കോടിയും കടന്ന് 63 കോടിയിൽ എത്തുന്നത് ദൃശ്യത്തിലൂടെ 2013. അതിനുശേഷം മോഹൻലാൽ പുലിമുരുകനിലൂടെ 100 കോടി എന്ന ഒരു മാന്ത്രിക സംഖ്യയും നമ്മൾക്ക് കാണിച്ചു തന്നു. മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത 100 കോടി എന്ന നേട്ടം 2016 തന്നെ ലാലേട്ടൻ നേടിയെടുത്തു. മറ്റുള്ള സിനിമകൾ, അതായത് മോഹൻലാലിൻ്റെതല്ലാത്ത ഒരു സിനിമ 100 കോടി നേടുന്നത് കൊറോണയ്ക്ക് ശേഷമാണ്, അതായത് 2020 ശേഷമാണ്. അപ്പോൾ 50 കോടിയും 100 കോടിയും മോഹൻലാലിന്റെ സിനിമകളിലൂടെയാണ് മലയാളത്തിന് കിട്ടിയത്. 2025 തുടരും എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 100 കോടിക്ക് മുകളിൽ കളക്ഷനായി നേടിയെടുത്തു. അതായത് കേരളത്തിൽ നിന്നും മാത്രം 100 കോടി നേടുന്ന ആദ്യ സിനിമ, അതും മോഹൻലാലിന്റെ പേരിൽ തന്നെയാണ്. അതിന്റെ വലുപ്പം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ചില നടന്മാരുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഒന്ന് നോക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പല ആൾക്കാർക്കും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പോലും 100 കോടി നേടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് മോഹൻലാൽ കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി നേടി പുതിയ റെക്കോർഡ് ഇട്ടത്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം തുടരും 100 കോടിക്ക് മുകളിലാണ് കളക്ഷനായി നേടിയെടുത്തത്. കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി നേടുന്ന ആദ്യത്തെ സിനിമ, അതും മോഹൻലാലിന്റെ പേരിൽ തന്നെയാണ്. വിദേശ മാർക്കറ്റിൽ നിന്ന് മാത്രം 100 കോടി നേടുന്ന സിനിമയും മോഹൻലാലിന്റെ പേരിൽ തന്നെയായിരുന്നു, എമ്പുരാൻ. 145 കോടിയാണ് എമ്പുരാന്റെ കളക്ഷൻ, വിദേശ മാർക്കറ്റിൽ നിന്ന് മാത്രം. അത് വലിയൊരു റെക്കോർഡാണ്. അതിനുശേഷമാണ് ലോക എന്ന സിനിമ കേരളത്തിലും വിദേശത്തും 100 കോടി സ്വന്തമാക്കിയത്. അതായത് വഴിവെട്ടുന്നത് മോഹൻലാൽ എന്ന നടനാണ്. മറ്റുള്ളവർക്ക് വലുത് എന്ന് തോന്നുന്ന സംഭവങ്ങളെല്ലാം മോഹൻലാൽ നിസ്സാരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലൂടെ മറ്റുള്ള സിനിമകളും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് റെക്കോർഡുകൾ ലാലേട്ടന്റെ പേരിൽ തന്നെയാണ്. മലയാള സിനിമയിൽ ആദ്യ ദിവസം തന്നെ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ സാധിക്കും എന്ന് തെളിയിച്ചതും മോഹൻലാൽ തന്നെയാണ്. എമ്പുരാനിലൂടെ 68 കോടിയാണ് എമ്പുരാന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ. പക്ഷേ ഈ റെക്കോർഡുകൾ എല്ലാം ഏപ്രിൽ 2-ന് പഴങ്കഥയാകും എന്നുള്ളത് തന്നെയാണ്. വരികയാണ് ദൃശ്യം 3. വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായും 500 കോടിക്ക് താഴെയുള്ള ഒരു കളക്ഷൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതിനും ഒരുപാട് മുകളിൽ പോവും എന്നുള്ളത് തന്നെയാണ്. മറ്റു ഭാഷകളിലുള്ള സിനിമകളെല്ലാം 100, 200, 300, 400, 500 കോടികൾ നേടി മുന്നോട്ട് പോകുമ്പോൾ മലയാള സിനിമയിൽ എത്ര മികച്ച സിനിമകൾ ചെയ്താലും വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു പല ആൾക്കാർക്കും, മറ്റു ഭാഷയിലെ പല പ്രൊഡ്യൂസേഴ്സിനും. അങ്ങനെയല്ല, മലയാളത്തിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ലാലേട്ടനാണ് കാണിച്ചു കൊടുക്കുന്നത്. മലയാളത്തിലും 500 കോടി എന്നത് നിസാരമാണ് എന്നുള്ളത് മോഹൻലാൽ ദൃശ്യം 3യിലൂടെ കാണിച്ചു തരും എന്നുള്ളത് തന്നെയാണ്. സിനിമ പോസിറ്റീവായി കഴിഞ്ഞാൽ 500 കോടിക്ക് മുകളിൽ നിസാരമായി സിനിമ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വലിയ ബഡ്ജറ്റോ ഒന്നും വേണ്ട. ദൃശ്യം 3യുടെ ബഡ്ജറ്റ് വളരെ ചെറിയ ബഡ്ജറ്റാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. സിനിമ പ്രൊഡ്യൂസർക്ക് വലിയ ലാഭമാണ് നേടിക്കൊടുത്തത്. അതായത് റിലീസിന് മുൻപ് തന്നെ വലിയൊരു ലാഭമാണ് പ്രൊഡ്യൂസർക്ക് നേടിക്കൊടുത്തത്. എന്തായാലും ദൃശ്യം 3യിലൂടെ വലിയ റെക്കോർഡുകൾ ലാലേട്ടൻ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകളെല്ലാം ലാലേട്ടന്റെ പേരിൽ തന്നെയാണ്. അതുകൊണ്ടാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നടനായി മോഹൻലാൽ നിലകൊള്ളുന്നത്. ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന നായക നടനായി മോഹൻലാൽ ഇവിടെ നിലനിൽക്കുന്നത്. എന്തായാലും ദൃശ്യം 3 മലയാള സിനിമയിലെ സകല കളക്ഷൻ റെക്കോർഡുകളും തിരുത്തി കുറിക്കുമോ എന്ന് നമ്മൾക്ക് കാത്തിരുന്ന് കാണാം. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.